ഇന്ത്യൻ മുസ്ലിം കമ്മ്യൂണിറ്റിയോട് ഒരു രാജ്യം ചെയ്യുന്ന ഏറ്റവും വലിയ ചതി അത് കേവലം ബാബറി മസ്ജിദ് തകർക്കലോ അല്ലെങ്കിൽ കുറച്ച് ആളുകളെ പശുവിൻ്റെ പേരിൽ കൊല്ലലോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട എവിടെയെങ്കിലും നടത്തുന്ന ചില്ലറ ആക്രമണങ്ങളോ അല്ല. യഥാർത്ഥത്തിൽ അത്തരമൊരു ചരിത്രപരമായ ചതിക്ക് വിധേയമായാണ് മുസ്ലിം കമ്മ്യൂണിറ്റി മുന്നോട്ട് പോകുന്നത്. അത് മറ്റൊന്നുമല്ല, വഖഫ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുവന്ന ആ ഭേദഗതി ബില്ലും അതിനെ തുടർന്നെടുക്കുന്ന നടപടികളുമാണ്. ഇപ്പോൾ ഇത് വഖഫ് ആയതുകൊണ്ട് ക്രൈസ്തവ ന്യൂനപക്ഷ മതവിഭാഗത്തിലെ ആരെങ്കിലുമൊക്കെ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ബൈബിളിലെയോ മറ്റോ വാചകം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിലുള്ളതാണോ എന്ന് എനിക്കറിയില്ല. ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്നത് പോലെ ഇത് വരിവരിയായി ഇന്ത്യയിലെ ന്യൂനപക്ഷ സമൂഹത്തിനെ കാത്തിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് എന്ന് മറന്നു പോകരുത്. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ സഞ്ജീവ് ഖന്ന എന്ന മുൻ ചീഫ് ജസ്റ്റിസ് വളരെ കൃത്യമായി ഒരു വിധി പറഞ്ഞു പോയതാണ്. ആ ഇടക്കാല വിധി മറികടന്ന് AR ഗവായി എന്ന് പറയുന്ന വലിയ അംബേദ്കറൈറ്റും വലിയ എന്തൊക്കെയോ ആണെന്ന് കരുതിയ ആൾ നൽകിപ്പോയ വിധിയിൽ തൂങ്ങി ഒരു സമൂഹം കിടന്ന് വട്ടക്കണ്ണി കറങ്ങുകയാണെന്നതാണ് സത്യം. അതിനെക്കുറിച്ച് വളരെ വിശദമായി പറയാനുണ്ട്. പക്ഷേ ഇപ്പോൾ ആ വിശദമായ വീഡിയോ നിങ്ങൾക്ക് കാണാനുള്ള നേരമുണ്ടാവില്ല. ഒപ്പം ഒരു കാര്യം കൂടി ആമുഖമായി പറഞ്ഞുകൊള്ളട്ടെ. ഇതിനിടയിലും ഈ നമ്മുടെ സമൂഹത്തിലൊക്കെ മുസ്ലിമിൽ ഏതാണ് മുന്തിയത് എന്ന് പറഞ്ഞ് ആരാണ് സ്വർഗത്തിൽ പോകാൻ പോകുന്നത് എന്ന് പറഞ്ഞ് തമ്മിലടിക്കുകയും ആരാണ് മിത്രം ആരാണ് ശത്രു എന്ന് തിരിച്ചറിയാത്ത വിധം കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പയറ്റുകയും ചെയ്യുന്നവർ കൂടി അറിഞ്ഞിരിക്കേണ്ട വളരെ ഗുരുതരമായ ഒരു സംഗതിയാണ് ഈ ഉമീദ് പോർട്ടലുമായി ബന്ധപ്പെട്ട് വഖഫിലുണ്ടാകുന്നത്. ഇത് രജിസ്റ്റർ ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഇന്ത്യയിലാകെ ഏതാണ്ട് 8 ലക്ഷത്തോളം പ്രോപ്പർട്ടികളുണ്ട്, വഖഫ് പ്രോപ്പർട്ടികളായി പലതരത്തിലുള്ളത്. വാങ്ങിയത്, പിന്നെ പണ്ട് മുതലേ ചരിത്രപരമായി കയ്യിലുള്ളത്, അല്ലാത്തത് ഒക്കെ ആയി ചെറിയ ചെറിയ പ്രോപ്പർട്ടികളാണ്. ഒരുപാട് ഏക്കർ കണക്കിന് ഈ സ്ഥലമൊന്നും ഇതിനകത്ത് പറയുന്നത് പോലെയില്ല. പക്ഷേ ആ സ്ഥലങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി നാളെ 4-ാം തീയതി ആണ്. അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് കഴിഞ്ഞ ദിവസം ഒരു സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം ഇന്ത്യയിലെ ഏറ്റവും വലിയ അഡ്വക്കേറ്റ്മാരിൽ ഒരാളായ കപിൽ സിബലൊക്കെ വളരെ താണു വീണ് പറഞ്ഞു ഒരു എക്സ്റ്റൻഷൻ ആവശ്യമാണ്. ഒന്നും ആയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി രജിസ്ട്രേഷന് വേണ്ടി വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് ആ വെബ്സൈറ്റ് പ്രവർത്തനക്ഷമമായിട്ട് തന്നെ ഏതാണ്ട് ഒരാഴ്ചയോ 2 ആഴ്ചയോ ആയുള്ളൂ. യഥാർത്ഥത്തിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ വഖഫ് ബോർഡുകൾ മുൻകൈയെടുത്ത് ആളുകൾക്കിതിന് പരിശീലനം നൽകി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതാണ്. ഈ വഖഫ് പ്രോപ്പർട്ടിക്കെല്ലാം ഇനി മുതൽ ഒരു മുത്തവല്ലി വേണം. ആ മുത്തവല്ലിയുടെ പേര് വേണം, മൊബൈൽ നമ്പർ വേണം, ഇമെയിൽ ID വേണം. എന്നിട്ട് ആ മുത്തവല്ലിയെ ആകട്ടെ വളരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവർക്ക് 6 മാസം തടവും 1 ലക്ഷം രൂപ പിഴയും എന്നൊക്കെ പറഞ്ഞ വ്യവസ്ഥിതികളൊക്കെ വെച്ചുകൊണ്ടാണ് ഈ സമൂഹത്തിന് മേൽ കടന്നു കയറുന്നത്. വ്യത്യസ്ത ജാതി മതവിഭാഗങ്ങൾക്ക് ഇവിടെ സ്ഥലമുണ്ട്, വ്യത്യസ്ത രീതിയിലുള്ള സ്ഥലങ്ങളുണ്ട്. അതിനൊരു സാവകാശം പോലും നൽകാത്തവണ്ണം ആണ് ഈ സംഗതി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരല്പം സമയം ദീർഘിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് പോലും ഇന്ത്യൻ സുപ്രീം കോടതി തയ്യാറായില്ല. ഇന്ത്യയുടെ പരമോന്നത കോടതി ഇന്ത്യൻ മുസ്ലിങ്ങളോട് പ്രവർത്തിക്കുന്ന നീതിയുടെ ഒരു അടയാളമാണ്. അവർ പറയുന്നതിൽ ഒരു കാര്യമുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വർഷങ്ങളായി 50-60 വർഷമായി ഈ പ്രോസസ്സ് നടക്കുകയാണ്. പക്ഷേ അന്നത് ഓപ്ഷണലായിരുന്നു. ആരും തയ്യാറായില്ല. ഈ സമൂഹത്തിനൊരു പ്രത്യേകതയുണ്ടല്ലോ, ആര് പറഞ്ഞാലും കേൾക്കില്ലല്ലോ. അവർ വലിയ കൂടിയവരാണ്. ആരെങ്കിലും പറഞ്ഞാൽ അവർക്കെതിരെ പ്രക്ഷോഭം നടത്താനും ആ പറയുന്നത് നേരെ ചൊവ്വേ ചെയ്യുക എന്ന് പറയുന്നൊരു പതിവ് ഈ സമൂഹത്തിനും ഇല്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഈ സന്ദർഭത്തിൽ ഇത്രയും പ്രോപ്പർട്ടികൾക്ക് എക്സ്റ്റൻഷൻ എങ്ങനെ വേണം എന്ന് ചോദിച്ചപ്പോൾ സുപ്രീം കോടതി അവസാനം പറഞ്ഞത് നിങ്ങൾ അതത് വഖഫ് ട്രിബ്യൂണലുകളെ സമീപിക്കാനാണ് പറഞ്ഞത്. വഖഫ് ട്രിബ്യൂണലുകളെ സമീപിക്കാൻ, അതായത് ഓരോ കക്ഷികളും വഖഫ് ട്രിബ്യൂണലിനെ സമീപിക്കണം എന്നാണ് പറഞ്ഞത്. ഓരോ കക്ഷികളും ഒന്ന് ആലോചിച്ച് നോക്കൂ. 5 ലക്ഷം 6 ലക്ഷം പേര് വഖഫ് ട്രിബ്യൂണലിനെ സമീപിക്കാൻ പോകുമ്പോൾ ഈ മുത്തവല്ലിയെ തീരുമാനിച്ച് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ കേരളത്തിൽ നടക്കുമായിരിക്കും, ചിലപ്പോൾ തമിഴ്നാട്ടിൽ നടക്കും, ചിലപ്പോൾ ഡൽഹിയിലും ഹൈദരാബാദിലും നടന്നെന്ന് വന്നേക്കും. ഈ UP യിലും ബീഹാറിലും മധ്യപ്രദേശിലും അസമിലുമൊക്കെ ആര് പോകാൻ, ആര് പാവങ്ങൾ എവിടെ തിരിച്ചറിയുന്നു? അതാണ് സ്ഥിതിവിശേഷം. കേരളത്തിൽ പോലും ഞാൻ മനസ്സിലാക്കുന്നത് ഇനിയും തെക്കൻ കേരളത്തിൽ ആരും ഈ കാര്യത്തിൽ മുന്നോട്ട് വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് ഈ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട ഒരു നിർദ്ദേശത്തെക്കുറിച്ച് ഒരു അഡ്വക്കേറ്റ് ജനറൽ SC ലോയർ തൽഹ എന്ന് പറയുന്ന ഒരു സുപ്രീം കോടതി ലോയർ വളരെ കൃത്യമായ ഒരു സംഗതി അയച്ചിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒന്ന് ഈ വെബ്സൈറ്റ് ക്യാപ്ചർ ചെയ്യുക. അതായത് നിങ്ങളുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നില്ലെന്നും അതിലേക്ക് കയറാൻ പറ്റുന്നില്ലെന്നുമുള്ളത് സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുക്കാൻ എളുപ്പമാണ്. മൊബൈലിൽ സ്ക്രീൻഷോട്ട് എടുക്കാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാം. എന്നിട്ട് ആ വെബ്സൈറ്റ് എറേഴ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അതായത് സബ്മിഷൻ ഫെയിലിയർ ആകുന്നു, എറർ വരുന്നു, അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നില്ല, ഇതിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ടുകൾ എടുക്കണം. ആ സ്ക്രീൻഷോട്ടുകളെല്ലാം എടുത്ത്
നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഇമെയിൽ ഈ സ്ക്രീൻഷോട്ടുകളിലൂടെ വെച്ച് മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സിൻ്റെ സെക്രട്ടറിക്ക് ആ ഇമെയിൽ ഐ ഡി SECY_MMA@nic.in ഇതാ ഇതിൽ കാണിക്കുന്നുണ്ട്. ഈ ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളൊരു മെയിൽ അയയ്ക്കുക. അദ്ദേഹം ആ മെയിലിൻ്റെ സാമ്പിളും കൂടി പറഞ്ഞിട്ടുണ്ട്. ഡിയർ സെക്രട്ടറി, ഐ ആം റൈറ്റിംഗ് ടു റിപ്പോർട്ട് ടെക്നിക്കൽ ഇഷ്യൂസ് പ്രിവെൻറ്റിംഗ് മീ ഫ്രം കംപ്ലീറ്റിംഗ് വഖഫ് രജിസ്ട്രേഷൻ ഓൺ ദ ഉമീദ് പോർട്ടൽ. ഡിസ്പൈറ്റ് മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് ഐ ആം ഫേസിംഗ് ദ ഫോളോയിങ് പ്രോബ്ലംസ്. എന്നിട്ട് ആ പ്രോബ്ലം എന്താണെന്ന് സ്ക്രീൻഷോട്ട് വെച്ചൊന്ന് ബ്രീഫ് ചെയ്യുക. കൈൻഡ്ലി അഡ്വൈസ് ഓൺ റെസൊല്യൂഷൻ ഓർ എക്സ്റ്റൻഷൻ ഓഫ് ഓപ്ഷൻ. ദിസ് ഈസ് അർജൻറ്റ് ആസ് ദ ഡെഡ് ലൈൻ അപ്രോച്ചസ്. അതായത് ലാസ്റ്റ് തീയതി 4-ാം തീയതിയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മണിക്കൂറുകളേ ഉള്ളൂ ഇനി ഉണ്ടാകാൻ. അതുകൊണ്ട് അതിനകത്ത് വളരെ പെട്ടെന്ന് തന്നെ ആ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് തരികയോ അല്ലെങ്കിൽ ഇതോ തരണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ സെക്രട്ടറിക്ക് ഈ പറയുന്ന ഡീറ്റെയിൽസ് കാണിച്ചുകൊണ്ട് അയയ്ക്കുക. എന്തുകൊണ്ടാണ് ഇത് ആവശ്യമെന്നുള്ളത് അഡ്വക്കേറ്റ് തൽഹ പറയുന്നത്, ഈ ഡോക്യുമെൻറ്റ്സും ഇമെയിലും നാളെ നിങ്ങളുടെ ലോക്കൽ വഖഫ് ട്രൈബ്യൂണലിൽ ഇതിൻ്റെ എക്സ്റ്റൻഷന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ ആവശ്യമാണ്. കാരണം നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല, ടെക്നിക്കൽ എറർ കൊണ്ടാണ് എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഇല്ലെങ്കിൽ ഇതിൻ്റെ മുത്തവല്ലി അടക്കമുള്ളവർക്ക് രജിസ്ട്രേഷൻ നടത്താത്തതിൻ്റെ പേരിലുള്ള പണിഷ്മെൻ്റ് ഉൾപ്പെടെ തടയുന്നതിന് ഇത്തരമൊരു സംഗതി വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞത് വളരെ കൃത്യമാണ്. നിങ്ങൾ ഇത് അപ്ലോഡ് ചെയ്യുന്നു, ആ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ അപ്ലോഡ് ചെയ്യാൻ കഴിയാത്തവണ്ണം നിശ്ചലമായി നിൽക്കുകയോ കയറാൻ കഴിയാതെ വരികയോ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് റിസീവ് ചെയ്യുകയോ ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ എല്ലാ സ്ക്രീൻഷോട്ടുകൾ എടുക്കുക, മൊബൈലിൽ ഫോട്ടോ എടുക്കുക. എന്നിട്ട് ആ സ്ക്രീൻഷോട്ടുകളിലൂടെ വെച്ചിട്ട് ഇതിനകത്ത് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു ടെക്സ്റ്റും അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ആ ടെക്സ്റ്റും കൂടി വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഉടൻ തന്നെ ഈ സെക്രട്ടറിക്ക് ഇമെയിൽ അയക്കണം. വളരെ അടിയന്തരമായ കാര്യമാണ്, വളരെ ഫാസ്റ്റായിട്ട് ചെയ്യണം. ബാക്കി ഇതിൻ്റെ വിവരങ്ങളൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. ഇതൊരു അടിയന്തര സാഹചര്യമാണ്, മറക്കാതെ ചെയ്യുക.